ഒരാൾ ജൂനിയറിലും ഒരാൾ സീനിയറിലും മത്സരിക്കേണ്ട ഒരു കാരണം ഒരുമിച്ച് മത്സരിക്കേണ്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഒരുമിച്ച് മത്സരിച്ച് ഒരാൾ പുറകിലാകുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. രണ്ടാൾക്കും ഒപ്പം മെഡൽ വേണം അങ്ങനെ. അപ്പം ശ്രദ്ധയല്ലേ? ശ്രദ്ധ 67ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിലെ നടത്ത മത്സരത്തിലെ ഒരു കൗതുക കാഴ്ചയാണ്. രണ്ട് ഇരട്ട കുട്ടികൾ ജൂനിയർ സീനിയർ ലെവലിൽ മത്സരിച്ച് മെഡലുകൾ നേടുന്നത്. ശ്രേയയും ശ്രദ്ധയുമാണല്ലേ? ഇതിൽ ആരാണ് ശ്രേയ, ആരാണ് ശ്രദ്ധ? ഞാൻ ശ്രേയ, ശ്രദ്ധ. ഏത് വിഭാഗത്തിലാണ് മത്സരിച്ചത്? സീനിയർ മത്സരിച്ചു. അപ്പോൾ ഇന്ന് സിൽവർ കിട്ടി അല്ലേ? എങ്ങനെയായിരുന്നു പരിശീലനമൊക്കെ? പരിശീലനം ഞങ്ങൾക്ക് ഒപ്പമായിരുന്നു. വീട്ടിൽ ആരൊക്കെയുണ്ട്? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th അമ്മ, അച്ഛൻ, ചേച്ചി. ഈ ഒരാൾ ജൂനിയറിലും ഒരാൾ സീനിയറിലും മത്സരിക്കേണ്ട ഒരു കാരണം ഒരുമിച്ച് മത്സരിക്കേണ്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു. ഒരുമിച്ച് മത്സരിച്ച് ഒരാൾ പുറകിലാകുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. രണ്ടാൾക്കും ഒപ്പം മെഡൽ വേണം അങ്ങനെ. അപ്പം ശ്രദ്ധയല്ലേ? ശ്രദ്ധ ജൂനിയറിലാണ് മത്സരിച്ചത്. ബ്രോൺസ് ആണ്. കഴിഞ്ഞ വർഷം മത്സരിച്ചോ? കഴിഞ്ഞ വർഷം ഏതായിരുന്നു? കഴിഞ്ഞ വർഷം ശ്രേയക്ക് ഏതായിരുന്നു മെഡൽ? ഈ പരിശീലനം ഏത് സ്കൂളാണ്? RPMHS പനിങ്ങാട്ടി. പരിശീലനമൊക്കെ എങ്ങനെയാണ്? സാറ് കോച്ചൊക്കെ എങ്ങനെയാണ്? ഒരുമിച്ചാണ്. നിങ്ങൾ ഒരു ക്ലാസ് തന്നെയല്ലേ പഠിക്കുന്നത്? ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th. അപ്പോൾ അടുത്ത വർഷം ജൂനിയറിലും സീനിയറിലും രണ്ടായിട്ട് തന്നെ മത്സരിക്കാനാണോ തീരുമാനം? അടുത്ത വർഷം ആരായിരിക്കും ഇപ്പോൾ സീനിയറിൽ മത്സരിക്കുക? തീരുമാനിച്ചിട്ടില്ല. അവരുടെ പരിശീലനം കൂടി നമുക്കൊന്നും ചെയ്യുന്നുണ്ട്. കുട്ടികൾ അധികം സംസാരിക്കുന്ന കുട്ടികളല്ല. അപ്പം പരിശീലനോട് നമുക്ക് ചോദിക്കാം. അപ്പം എങ്ങനെയാണ് ഇവർ ജൂനിയറിൽ സീനിയറിൽ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനം എന്തായിരുന്നു? അത് വേറെ ഒന്നും കൊണ്ടല്ല, രണ്ടാളും നന്നായി പെർഫോം ചെയ്യും. അപ്പോൾ രണ്ടാൾക്കും മെഡൽ സാധ്യത ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് 2 കാറ്റഗറി ആയിട്ട് മത്സരിച്ചു. അപ്പോൾ രണ്ടാൾക്കും ജൂനിയറിൽ മത്സരിക്കണം എന്ന് ആഗ്രഹം, അല്ലെങ്കിൽ പിന്നെ പറയും രണ്ടാൾ സീനിയറിൽ മത്സരിക്കണം. അപ്പോൾ രണ്ടാളുടെ ഇതാക്കി ടോസ് ഇട്ട് ഒരാളുടെ ജൂനിയറിൽ ഒരാളുടെ സീനിയറിലും. ഒരു ഘട്ടം എത്തുമ്പോൾ രണ്ടുപേരും സീനിയറിൽ മത്സരിക്കേണ്ടി വരും. അത് തീർച്ചയായിട്ടും. പ്ലസ് ടു എത്തുന്ന സമയത്ത് രണ്ടാൾ സീനിയറിലാവേണ്ടി വരും. അതുവരെ +1 വരെ രണ്ടാളും ജൂനിയർ സീനിയറായിട്ട് മത്സരിക്കും. ഇനി +1 എത്തുന്ന സമയത്ത് ആ സമയത്ത് നോക്കിയിട്ട് രണ്ടാളും ജൂനിയറിൽ തന്നെ ചിലപ്പോൾ. വളരെ ചെറിയ കുട്ടികളാണ്. അപ്പോൾ ഇവരുടെ പരിശീലനം മറ്റും എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഈ മറ്റു കുട്ടികൾക്ക് കിട്ടുന്ന അത്രയും ഒരു സ്പീഡോ അല്ലെങ്കിൽ ഒരു കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് മറികടക്കുന്നത്? അത് നമ്മൾ അവർക്ക് ആദ്യം തന്നെ കൊടുക്കുന്നത് ചെറുതായിട്ട് ഇൻഡ്യൂറൻസ് വർക്കൗട്ട്. പിന്നെ ചെറിയ കുട്ടികളായതുകൊണ്ട് ഞാൻ ഓവർലോഡ് ഇപ്പോൾ കൊടുക്കുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പോൾ നമുക്ക് ഒരു 18 വയസ്സിന് ശേഷം നല്ല പെർഫോം ചെയ്താൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ചെറുതായിട്ട് മെല്ലെ കൊണ്ടുവരികയാണ്. അപ്പോൾ പരിശീലനം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഗ്രൗണ്ടും ഒന്നുമില്ല. ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തന്നെ ഒരു ചെറിയൊരു ഗ്രൗണ്ടാണ്. അത് മഴക്കാലമായി കഴിഞ്ഞ് കിട്ടില്ല. ജനുവരിയോടുകൂടിയാണ് അത് ഒരു പഴയ ഒരു നെൽകൃഷി ഉള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അത് പറ്റില്ല. അപ്പോൾ ഞങ്ങൾ പ്രാക്ടീസിനായിട്ടൊരു ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു 35 കിലോമീറ്റർ ദൂരെയാണ് പാലക്കാട് ടൗൺ. അവിടെ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലാണ് പോകുന്നത്. പുലർച്ചെ 4 മണിക്ക് അണിച്ച് ബസ്സിൽ പോയി അങ്ങനെയാണ് പരിശീലനം. ഏതായാലും വളരെ സന്തോഷം. അടുത്ത വർഷവും വരുന്ന മീറ്റുകളിലൊക്കെ തന്നെ ഇപ്പോൾ കിട്ടിയ വെള്ളിയും വെങ്കലമൊക്കെ സ്വർണ്ണമായി മാറ്റാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ശ്രേയയ്ക്കും ശ്രദ്ധയ്ക്കും എല്ലാവിധ ആശംസകളും. അടുത്ത വർഷവും ടോസിട്ട് തന്നെ തീരുമാനിക്കുക. ഏതായാലും ഈ മേളയുടെ മറ്റൊരു കൗതുക കാഴ്ചകളിലൊന്നാണ് ശ്രേയയും ശ്രദ്ധയും. സാദിഖ് പാറക്കലിനൊപ്പം നിതിൻ സേവ്യർ, മീഡിയ 1.